ഞാൻ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാറുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ജേർണലിസം കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് സഭയായിട്ട് ബന്ധപ്പെട്ട് എന്തും. എതിരെയാളും ഫോറായാലും രണ്ടായാലും സഭയ്ക്ക് വേണ്ടിയാണെങ്കിലും. അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് ഒരുപാട് പേർക്ക് സഹായമാകുന്നു. ഈവൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുമ്പോൾ പോലും എൻ്റെ സഹോദരി സിസ്റ്റേഴ്സും കൂട്ടുകാരും കുട്ടികളും അധ്യാപകരും പലരും പറയും, ഞങ്ങൾ സിസ്റ്ററിൻ്റെ പോസ്റ്റ് കണ്ടാൽ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ സംഭവിച്ചു വന്നു. അപ്പം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ നമ്മൾ നിർത്താൻ പാടില്ലല്ലോ. അപ്പം ഒരു ചെറിയ പോസ്റ്റ്, ഒരു വചനം ഇടുകയാണെങ്കിൽ, ഒരു ഫോട്ടോ ഇടുകയാണെങ്കിൽ, ഒരു അപ്ഡേറ്റ്, ഒരു ഇന്ന് സംഭവിച്ചതായിടുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഒരു അറിവായിട്ട് മാറും. അത് അവർക്കൊരു സഹായമായിട്ട് മാറുമ്പം അതെന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത്രയൊന്നുമില്ല, ഒരു പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാകാറില്ല. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഉള്ളിൽ നിന്ന് വരുക, ഞാൻ എഴുതണം. അപ്പോൾ എഴുതണമെന്ന് തോന്നി എന്തും അപ്പം തന്നെ എഴുതാറുള്ള, അതിന് ഞാൻ ചിന്തിക്കാറില്ല. അറിയത്തില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എഴുതി കഴിയുമ്പോഴും എനിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ക്യാനലോ അങ്ങനത്തെ വല്ല കുറച്ച് ആഴമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ അതിൽ തെറ്റുണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചറിയണം, ഇത് ഞാൻ എഴുതി തെറ്റുണ്ടോ. അല്ലെങ്കിൽ ചോദിക്കാറില്ല. ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് സമയമില്ലെന്ന് വെച്ച് ഇപ്പോൾ സമയമില്ലോ എന്ന് വെച്ചാൽ ഇല്ല, എനിക്ക് എഴുതി തീർന്നോളം വരെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അതെന്താ എനിക്കത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഈശോ തന്നെയാണെന്ന് തോന്നാറുണ്ട്. എനിക്ക് ഈശോ തരുന്ന ഒരു ഇൻസ്പിറേഷനാണെന്ന് തോന്നുന്നത്. ദൈവം ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് എഴുതാൻ വേണ്ടി, എഴുതുന്നു.